വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്ലാസ് ആയിട്ടല്ല ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും പഠിക്കാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു കാര്യമാണ് മോട്ടിവേഷൻ, പഠിക്കാനുള്ളൊരു താല്പര്യം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാവർക്കും പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഈ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. പക്ഷേ ഈ മോട്ടിവേഷണൽ വീഡിയോസ് എല്ലാം കണ്ട് 2 ദിവസം നമ്മൾ നല്ല ഉഷാറായിരിക്കും. പക്ഷേ വീണ്ടും നമ്മൾ ആ ഒരു പഠിത്തത്തിൻ്റെ ഒരു ഡൾ മൂഡിലേക്ക് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഓരോ ടോപ്പിക്കുകൾ നിങ്ങളെ പഠനത്തിന് സഹായിക്കുന്നതും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മറ്റൊരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുകൂടിയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഇങ്ങനെയുള്ള ചെറിയ ടോപ്പിക്കുകളുടെ ഡിസ്കഷൻ കൂടി ഉണ്ടായിരിക്കും. ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ? ഈ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ പഠനത്തിനെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്, അല്ലേ? നമ്മുടെ മൈൻഡ് റെഡി അല്ലെങ്കിൽ നമ്മൾ പഠനം മാത്രമല്ല എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്കത് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു മെയിൻ ഫാക്റ്റ്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ അവർ പറയും, ഇപ്പോൾ വേണ്ട, എൻ്റെ മൂഡ് ശരിയല്ല എന്ന് പറയും, അല്ലേ? കാരണം എന്താണ്? നമ്മുടെ മൂഡ് സെറ്റ് അനുസരിച്ചാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത് സക്സസ് ആണോ അല്ലെങ്കിൽ അത് ഫെയിലിയർ ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ബുക്ക് എടുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൂഡിലാണോ നിങ്ങളെന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ചാനലിൽ ക്ലാസ്സുകളെല്ലാം കാണുന്ന ഒരു പകുതി പേരെങ്കിലും എനിക്ക് തോന്നുന്നു വീട്ടമ്മമാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പോൾ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കി അങ്ങനെ ചിലപ്പോൾ മക്കളോട് വഴക്കിട്ടിട്ടും ഒക്കെ ആയിരിക്കും കുറച്ച് പഠിക്കാനൊക്കെ സമയം കിട്ടുന്നത്. അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളാകെ മൂഡ് ഓഫ് ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ പുസ്തകം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൽ പറയുന്ന അക്ഷരങ്ങൾ നിങ്ങളുടെ കണ്ണിലൂടെ മാറി മറയുന്നു എന്നല്ലാതെ ഒന്നും നിങ്ങളുടെ മനസ്സിലേക്ക് കയറില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മൈൻഡാണ്. നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പഠിക്കാൻ വേണ്ടി പുസ്തകം തുറക്കരുത്. കാരണം അതുകൊണ്ട് നമുക്ക് ഒട്ടും പ്രയോജനമില്ലാത്ത ഒരു കാര്യമായിരിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമാണ്. ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ്. നമുക്ക് ആർക്കും ഇല്ലാത്തതും അത് തന്നെയാണ്, അല്ലേ? നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്, ഈ ജോലികളെല്ലാം ചെയ്തതിന് ശേഷം പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരിക്കലും പഠിക്കാൻ സമയം കിട്ടില്ല. എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് പഠിക്കാൻ സമയമില്ല എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള എല്ലാ ജോലികളും കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് പഠിക്കാനിരിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഉച്ച നേരമായിരിക്കും. ഈ നട്ടുച്ച സമയത്ത്, പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു ചൂടൊക്കെ ഉള്ള സമയത്ത് നട്ടുച്ച നേരത്ത് പുസ്തകം തുറന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം പഠിക്കാനെടുക്കാം എന്ന് വിചാരിച്ചാൽ അതൊട്ടും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നിങ്ങൾക്കൊരുവിധം ജോലികളെല്ലാം ചെയ്തു, ആവശ്യത്തിനുള്ള ജോലികളെല്ലാം പെട്ടെന്ന് വേണ്ട ജോലികളെല്ലാം ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ 1 മണിക്കൂറൊന്ന് പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് പഠിച്ച് മടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ജോലികൾ ചെയ്യുക. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠനം അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല.
ഇത് കേൾക്കുമ്പോൾ ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ കൂട്ടുകുടുംബമായിട്ടൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ഒരു ടൈം ഫിക്സ് ചെയ്യുക. കുറച്ച് നേരത്തെ തന്നെ ജോലികൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കാം. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാനിരിക്കാം. കഴിയുന്നതും ഉച്ചനേരത്തൊക്കെ പുസ്തകം എടുത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെയിലിൻ്റെ ചൂടും എല്ലാം കൂടി ആകുമ്പോൾ പഠനത്തിനെ തന്നെ നിങ്ങൾക്കൊരു വല്ലാത്തൊരു ബോറടി പോലെയാവും. നമുക്ക് താല്പര്യത്തോടെ പഠിക്കുമ്പോഴല്ലേ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് അത് കയറുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നല്ല സമയം നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് പ്രധാനമാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പ്ലേസാണ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന പ്ലേസ് എപ്പോഴും നമ്മൾ വെൽ ഓർഗനൈസ്ഡ് ഉള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും നല്ല കൂളായിരിക്കും. അല്ലാതെ നമ്മൾ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരു റൂമിൽ കയറി പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമുക്കൊട്ടും ആ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മൈൻഡിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഒരു പ്ലേസ് അതൊരു പെർമനൻറ്റ് പ്ലേസ് ആയിരുന്നാൽ അത്രയും നല്ലത്. നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലേസ് കണ്ടെത്തി ആ പ്ലേസ് എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നിങ്ങൾ സ്ഥിരമായി പഠിക്കുമ്പോൾ നിങ്ങളെ മൈൻഡ് തന്നെ നിങ്ങളോട് പറയും. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ സ്ഥിരമായിരിക്കുന്ന ആ സ്ഥലത്തിരുന്നാൽ നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷനോട് കൂടി പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ടൈം മാത്രമല്ല നമ്മൾ പഠിക്കാനിരിക്കുന്ന പ്ലേസ് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെയുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നതാണ് സൗണ്ട്, അല്ലേ? സൗണ്ട് ഡിസ്റ്റർബൻസ്. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ TV വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മക്കൾ തമ്മിൽ അടി കൂടുന്ന ടൈമായിരിക്കും. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അത് സർവ്വസാധാരണമാണ്, അല്ലേ? വീട്ടിൽ 2-3 കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ടാവുന്ന സമയത്ത് എല്ലാവരും തമ്മിലുള്ള ഒച്ചയും ബഹളവും അവരുടെ കളിയും TVയുടെ സൗണ്ടും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം നടുക്ക് കയറിയിരുന്നാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആവണം. അതുപോലെ തന്നെ പഠിക്കാനിരിക്കുന്ന ടൈം ഏകദേശം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ടൈം ആവണം. അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്തുള്ള സൗണ്ട് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് സ്വസ്ഥമായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു? നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പഠിക്കാനിരിക്കുക. അതുപോലെ തന്നെ പഠിക്കാനിരിക്കുന്ന ടൈം, പ്ലേസ്, അതുപോലെ തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന സൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ വരുന്ന മറ്റൊരു സംഗതിയുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? നമ്മളിപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എല്ലാം ഓക്കെ ആക്കി നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കുള്ള ഒരു സ്ഥലത്തിരുന്നു ടൈമൊക്കെ ഏകദേശം അഡ്ജസ്റ്റ് ആക്കി പഠിക്കാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ കാര്യങ്ങൾ, മറ്റുള്ളവരെ നമ്മളെ കളിയാക്കിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ വഴക്ക് പറഞ്ഞ കാര്യങ്ങൾ, നമ്മളെ മൈൻഡിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കാനിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങളൊരു ദീർഘനിശ്വാസം വിടുക. ഒരു പ്രാവശ്യമല്ല, ഒരു 4-5 തവണ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് നല്ല ശാന്തത കൈവരിക്കും. പിന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കാര്യങ്ങൾക്കെല്ലാം ഗുഡ് ബൈ പറഞ്ഞ് പഠിക്കുന്ന കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് ഈ പഠിക്കുന്നവർ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്ന ആളുകൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ കഴിയുന്നതും മറ്റുള്ളവരോട് മറ്റുള്ളവരായിട്ട് വഴക്കിടാനും അവർ എന്തെങ്കിലും പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ തിരിച്ചൊരു 5 കാര്യം 10 കാര്യം അങ്ങോട്ട് പറയാതിരിക്കുക. കാരണം നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ആ വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കില്ല. മറ്റുള്ളവർ പറഞ്ഞു കൊള്ളട്ടെ, അവരുടെ ആ ഒരു രീതിക്കനുസരിച്ച് അവർ നമ്മളോട് പല കാര്യങ്ങളും പറയും, സംസാരിക്കുകയും ഒക്കെ ചെയ്യും. കാരണം ലക്ഷ്യം നമ്മുടേതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും ഓക്കെ ആക്കി പഠിക്കുന്ന സമയത്ത് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകും. ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് ചാൻസിൽ എക്സാം എഴുതുന്ന ആളുകളായിട്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ചാൻസിൽ എക്സാം എഴുതുന്ന ആളുകൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഇനി ഒന്ന് പഠിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക്
വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്